മാധവ് ഗാഡ്ഗിൽ പശ്ചിമഘട്ട പരിസ്ഥിതി റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് ഭാവിയെയും പ്രകൃതി ദുരന്തങ്ങളെയും കുറിച്ച് നൽകിയ ആ മുന്നറിയിപ്പ് ഇന്ന് നമ്മുടെ കാതുകളിൽ ഒരു നിലവിളിയായി മാറുകയാണ്. ഇന്ന് നമ്മൾ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ തയ്യാറായില്ല എങ്കിൽ നാളെ പ്രകൃതിക്ക് അതിന്റെ തനത് ശൈലിയിൽ തിരിച്ചടിക്കേണ്ടി വരും. പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള വികസനം ശാശ്വതമല്ല, അത് ആത്മഹത്യാപരമാണെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോൾ പിടിവാശിക്കാരനായ ഒരു വികസന വിരോധിയുടെ വാക്കുകളെന്ന് പറഞ്ഞ് നമ്മളത് പുച്ഛിച്ചു തള്ളി. ചെവിക്കൊള്ളാതിരുന്ന വാക്കുകളുടെ തീക്ഷ്ണമായ പ്രത്യാഘാതമാണ് ഇന്ന് നാം അനുഭവിക്കുന്നത്. പശ്ചിമഘട്ടം എന്നത് ഭൂപടത്തിൽ വരച്ചിട്ട വെറുമൊരു അതിർത്തിയല്ല, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട അതീവ സങ്കീർണമായ ഒരു ഭൂമിശാസ്ത്ര പ്രതിഭാസമാണ്. പ്രീ കാംബ്രിയൻ കാലഘട്ടത്തിലെ ക്രിസ്റ്റലൈൻ പാറകളും അവയ്ക്ക് മുകളിലുള്ള ലാറ്ററൈറ്റ് മൺപാളികളും ചേർന്ന ഈ മലനിരകൾക്ക് പ്രകൃതിദത്തമായ ചില പരിധികളുണ്ട്. ഈ പരിധികളെ പൂർണ്ണമായും അവഗണിച്ച് വികസനത്തിന്റെ പേരിൽ മല തുരക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നതിന്റെ ഒടുവിലത്തെ തെളിവാണ് 2026 ജൂലൈ 7 വയനാട്ടിൽ കണ്ടത്. ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി ഇരട്ടത്തുരങ്ക പാതയുടെ കവാടത്തിന് സമീപം കനത്ത മഴയിൽ വൻ മണ്ണിടിച്ചിലുണ്ടായി. ടണലിനായി മല തുരന്ന് പുറത്തെടുത്ത അശാസ്ത്രീയമായി കുന്നുകൂട്ടിയിട്ടിരുന്ന ടൺ കണക്കിന് മണ്ണും കളിമണ്ണുമാണ് താഴേക്കിരച്ചെത്തിയത്. നിർമ്മാണാവശിഷ്ടങ്ങൾ മാറ്റണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് കരാറുകാർ ലംഘിച്ചത് ഗുരുതര വീഴ്ചയാണ്. ചൂരൽമലയും ഇടുക്കിയും പ്രളയവും തകർത്തു കളഞ്ഞ ജീവിതങ്ങളുടെ ഓർമ്മകൾ മനസ്സിൽ നിന്ന് മായും മുൻപേ അടുത്ത ദുരന്തം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ടത്തെ വിഭജിക്കാനാകാത്ത ഒരൊറ്റ ആവാസ വ്യവസ്ഥയായിട്ടാണ് കണ്ടത്. കാടിന്റെ ചില ഭാഗങ്ങളെ മാത്രം സംരക്ഷിത വനമാക്കി ബാക്കി ചൂഷണത്തിന് വിട്ടുകൊടുക്കുന്ന രീതിയെ അത് തള്ളി പറഞ്ഞു. ചെരിവ്, മഴ, ജൈവ വൈവിധ്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പശ്ചിമഘട്ടത്തിന്റെ 64% 3 പരിസ്ഥിതി സംവേദക മേഖലകളായി ഗാഡ്ഗിൽ തരംതിരിച്ചു. പരിസ്ഥിതി സംരക്ഷണം ഡൽഹിയോ തിരുവനന്തപുരമോ അല്ല നിയന്ത്രിക്കേണ്ടതെന്നും ക്വാറിയും റിസോർട്ടും വേണോ എന്ന് തീരുമാനിക്കാനുള്ള അന്തിമ അധികാരം ജനങ്ങളുടെ ഗ്രാമസഭകൾക്കായിരിക്കണമെന്നും റിപ്പോർട്ട് നിർബന്ധം പിടിച്ചു. എന്നാൽ മൈനിങ് ലോബികൾക്കും രാഷ്ട്രീയ എതിർപ്പുകൾക്കും വഴങ്ങി വന്ന കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ ധാരണകൾ തെറ്റാണെന്ന് കള്ളാടി തെളിയിക്കുന്നു. ഉരുൾപൊട്ടലുകൾക്ക് മനുഷ്യൻ കടലാസിൽ വരച്ച അതിർത്തികൾ അറിയില്ല. ഭൂവിനിയോഗ മാറ്റങ്ങൾ മലഞ്ചെരിവുകളെ ദുർബലമാക്കുമ്പോൾ കുറഞ്ഞ സമയത്ത് പെയ്യുന്ന അതിതീവ്ര മേഘവിസ്ഫോടനങ്ങൾ ദുരന്തങ്ങൾക്ക് ഉൾപ്രേരകമാകുന്നുണ്ട്. ദുരന്തങ്ങൾ ഉണ്ടായതിനു ശേഷം മാത്രം വിലപിക്കുന്ന രീതി മാറ്റി മുൻകൂട്ടി പ്രതിരോധിക്കുന്ന ഒരു കാലാവസ്ഥാ പ്രതിരോധ ശൈലിയിലേക്ക് കേരളം മാറേണ്ടതുണ്ട്. അതിനായി ഒന്നാമതായി KSDMAയുടെ ദുരന്ത സാധ്യതാ മാപ്പുകൾ നിയമപരമായി നിർബന്ധമാക്കുകയും അതിതീവ്ര അപകട സാധ്യതയുള്ള പ്രദേശങ്ങളെ നിർമ്മാണരഹിത മേഖലകളാക്കി ജനങ്ങളെ ശാസ്ത്രീയമായി മാറ്റിപ്പാർപ്പിക്കുകയും വേണം. രണ്ടാമതായി 20 ഡിഗ്രിയിലധികം ചെരിവുള്ള മലകളിലെ വാണിജ്യ തോട്ടങ്ങൾ ഘട്ടങ്ങളായി ഒഴിവാക്കി മണ്ണിന്റെ ആന്തരിക ബലം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന തദ്ദേശീയ ചോലവന സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കണം. ഒപ്പം കസ്തൂരിരംഗൻ നിർദ്ദേശിച്ച 37% പ്രദേശത്തെ അടിസ്ഥാന അതിർത്തിയാക്കി അതിനുള്ളിൽ ഗാഡ്ഗിലിന്റെ തരംതിരിച്ചുള്ള സംരക്ഷണ രീതി നടപ്പിലാക്കണം. അപകട സാധ്യതയേറെ ചെരുവുകളിൽ ക്വാറികളും വലിയ നിർമ്മാണങ്ങളും പൂർണ്ണമായി നിരോധിക്കേണ്ടതുണ്ട്. കള്ളാടിയിൽ ഇന്ന് നടന്നത് പ്രകൃതിയുടെ അവസാനത്തെ മുന്നറിയിപ്പാണ്. വൻകിട കോൺട്രാക്ടർമാരുടെ ലാഭക്കണ്ണുകൾക്കും രാഷ്ട്രീയക്കാരുടെ താൽക്കാലിക വികസന മുദ്രാവാക്യങ്ങൾക്കും മുന്നിൽ പശ്ചിമഘട്ടത്തെ ഇനിയും വിട്ടുകൊടുത്താൽ നാളെ ഈ കേരളം ഒരു വലിയ മൺകൂനയായി അറബിക്കടലിലേക്ക് ഒലിച്ചു പോകുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി തുടച്ചു നീക്കപ്പെടും. ശാസ്ത്രത്തെയും ജനകീയ ജനാധിപത്യത്തെയും മുറുകെ പിടിച്ച് മണ്ണിനെ കാക്കുക എന്നത് ഇനിയൊരു തെരഞ്ഞെടുപ്പല്ല, നമ്മുടെ നിലനിൽപ്പിന്റെ മാത്രം പ്രശ്നമാണ്.